വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങളുടെ തനി സ്വഭാവം അവർ കാണിക്കാൻ വേണ്ടി തുടങ്ങി. ഇത്രയും നാളും പർദ്ദയിട്ടും ചട്ടയിട്ടും ചാക്കിലും ചാരായ കുപ്പിയുടെ ഇടയ്ക്കും ഒളിച്ചിരുന്ന ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിന്റെ സൈന്യത്തെ പേടിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗാസയിലെ അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയാം. എല്ലായിടത്തും ആഹ്ലാദ പ്രകടനങ്ങളും ഭയങ്കര രീതിയിലുള്ള ആഘോഷങ്ങളും തകർന്ന തരിപ്പണമായ ഒരു വലിയൊരു ഭൂമിയിൽ നിന്നും ജനം എവിടുന്നൊക്കെയാണ് ഓടിക്കൂടി ഈ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഈ ആഘോഷമല്ല രംഗത്ത് വന്നപ്പോഴാണ് ഈ ജനത്തിൻ്റെയൊക്കെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്ന കോപ്രായങ്ങളൊക്കെ വെറും പ്രഹസനമാണ് സജി, പ്രഹസനം തന്നെയായിരുന്നു. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും അതിന് വലിയൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഗാസയിലെ എന്തെങ്കിലും ഹമാസ് എന്തെങ്കിലും ഇസ്രായേലിൽ 4 ബോംബിട്ടാൽ അത് ഭയങ്കര രീതിയിലുള്ള ഒരു നല്ല പ്രവൃത്തി ചെയ്തെന്നു, ഇസ്രായേൽ അടിച്ച് കുറച്ചു പേര് മരിച്ചാൽ അതിനെ ഏതാണ്ട് വലിയ ഹീന പ്രവൃത്തിയായിട്ടും ഒക്കെ കാണിക്കുന്ന ഒരു മാധ്യമ സംസ്കാരമുണ്ട്. അതൊരുമാതിരി അലവലാതെ സംസ്കാരമാണ്. അത് ഈ 4 നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടി ഓച്ചാനിച്ച് നിൽക്കുന്നവന്റെ ഭാഷയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഗാസയിലെ ജനങ്ങൾ തീവ്രവാദികളല്ല, അവര് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ല എന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങളുടെ തനി സ്വഭാവം അവർ കാണിക്കാൻ വേണ്ടി തുടങ്ങി. ഇത്രയും നാളും പർദ്ദയിട്ടും ചട്ടയിട്ടും ചാക്കിലും ചാരായ കുപ്പിയുടെ ഇടയ്ക്കും ഒളിച്ചിരുന്ന ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രായേലിന്റെ സൈന്യത്തെ പേടിച്ചുകൊണ്ട് മാളങ്ങളിലും ബങ്കറുകളിലും ഒളിച്ചിരുന്ന ഇവന്മാരെല്ലാം ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് ശേഷം ശരിക്കുള്ള യൂണിഫോം വിട്ട് രംഗത്തിറങ്ങി. മുമ്പ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ വെടികൊണ്ട് ചാവുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതെ വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നതിന് ശേഷം ഇനി ആരെയും പേടിക്കണ്ടല്ലോ, പേടിക്കാതെ രംഗത്തിറങ്ങാവുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവന്മാരെ തനി കോണം കാണിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ഇതല്ല വിഷയം, ഹമാസ് അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹമാസിനൊപ്പം ഈ വിജയ ആഘോഷം പങ്കിടുന്ന പാലസ്തീൻ ജനതയുടെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഇരട്ടത്താപ്പാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നു, ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകൾ ഇസ്രായേൽ ഗാസയുടെ പ്രദേശങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അതിരൂക്ഷമായിട്ട് ഈ തീവ്രവാദികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ സിവിലിയൻസ് ഇവര് നിലവിളിക്കാൻ തുടങ്ങി. അന്ന് ഹമാസിനെ തെറി പറയുന്നു, ഹമാസാണ് ഇങ്ങനെ ഉണ്ടാക്കി, ഹമാസ് അതുണ്ടാക്കി, ഹമാസ് ഇതുണ്ടാക്കി, ഹമാസ് കാരണമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ വെടിനിർത്തൽ വന്നതിന് ശേഷം ഹമാസിനെ പുകഴ്ത്തി പാടുകയാണ്. ഹമാസ് ഏതാണ്ട് വലിയ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഹമാസിനെ വാഴ്ത്തിപ്പാടുകയാണ്. ഹമാസിന്റെ ഒപ്പം വിജയാഘോഷം അവർ പങ്കിടുന്നു, വിജയം ആഘോഷിക്കുന്നു. ഹമാസിന്റെ തീവ്രവാദികളുടെ ഒപ്പം നിന്നുകൊണ്ട് സെൽഫി എടുക്കുന്നു. അപ്പൊ അവരെ പ്രൈസ് ചെയ്തുകൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് ഇവരുടെ ഈ ഒരു വങ്കത്തരമാണ് ഇവർ ഇപ്പൊ തുറന്നു കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പാലസ്തീനിലെ ജനങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇവരുടെ കുടുംബവും മക്കളും ഇവരുടെ ഭർത്താവും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായത് ഈ ഒരു ഹമാസ് ആയിരുന്നു. ഈ ഒക്ടോബർ 7 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഗാസയുടെ പ്രദേശത്തുണ്ടാകുമായിരുന്നോ? ഇല്ല. താരതമ്യേന വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ
ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലൈഫ് ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ജനത്തിന് ഇത്ര പെട്ടെന്ന് ഇത്ര കഠിനമായിട്ടുള്ള ഒരു ശോധന അല്ലെങ്കിൽ ഇത്ര കഠിനമായിട്ടുള്ള ഒരു പ്രയാസം വന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അവർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ ആകെ ഫലമാണ് ഇപ്പോൾ ഈ ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അതിനെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഈ ജനം ഇപ്പോൾ ഹമാസിനെ വാഴ്ത്തിപ്പാടുന്നത്. അപ്പൊ ആർക്കാണ് തെറ്റിയത്? നമ്മുടെ ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കാണോ തെറ്റിയത്? ഇവിടെ ഹമാസിനെയും അല്ലെങ്കിൽ പാലസ്തീനികൾക്കും വേണ്ടി മുറവിളി ഇട്ടുകൊണ്ടിരുന്നവർക്കാണോ തെറ്റ് സംഭവിച്ചത്? ആർക്കാണ് ഇവിടെ തെറ്റ് സംഭവിച്ചത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് 10,000-2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഒരു സ്വയം ഭരണ പ്രദേശത്ത് കിടക്കുന്ന ഒരു വിഭാഗം ജനം, അവർ കാലാകാലങ്ങളിൽ തീറ്റിപ്പോറ്റി വളർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിന് ഇത്രയധികം അവിടെ വേര് പിടിക്കാനുള്ള അവസരം കൊടുത്തതും ഈ പാലസ്തീൻ ജനവിഭാഗം തന്നെയാണ്. എന്താണോ അവർ വിതച്ചത് അത് അവർ കൊയ്തെടുത്തു. കൊയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി വിതച്ചത് ഇമ്മണി കട്ടിയുള്ള സാധനം തന്നെ. തിരിച്ച് പണി കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ചില്ലറ കളിയല്ല, ചില്ലറ പരിപാടിയല്ല എന്നുള്ളത്. കാരണം ഇതുവരെ 4 റോക്കറ്റ് വിട്ടാൽ 1-2 അറ്റാക്കിൽ ഇസ്രായേൽ തീർത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഹമാസിനെയും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെയും ഉന്മൂലം നാശം ചെയ്തിട്ട് നിർത്തത്തോളം എന്നുള്ള ശപഥമെടുത്തുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നപ്പോൾ അവരുടെ ആയുധ കരുത്തിന് മുമ്പിൽ ഹമാസിനും അതിൻ്റെ പോഷക സംഘടനകൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അവർ തീറ്റിപ്പോറ്റിയത് മൂർഖം പാമ്പിനെയാണ്. പക്ഷേ ഇവരുടെ ഒരു സ്വഭാവമുണ്ട്. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പോൾ ഈ കൂരായണ സ്വഭാവം ഉണ്ടല്ലോ, ഈ കൂരായണ സ്വഭാവമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും നാള് യുവന്മാരെ കൊള്ളാത്തവന്മാരല്ലേ ഹമാസ്. ഹമാസിനെ കിട്ടിയ കാരണത്തടിക്കുമെന്ന് പറഞ്ഞവര് ഇപ്പൊ ഹമാസിന്റെ കൂടെ എന്നുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്നറിയാമോ? ഇവരെയാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നത്. ഈ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഈ മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ മാധ്യമങ്ങളും ചില സാമൂഹിക മാധ്യമ പ്രവർത്തകന്മാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊടുക്കുന്നൊരു ഹൈക്കുണ്ടല്ലോ, ഈ ഹൈക്ക് എന്ന് പറയുന്ന നിങ്ങൾ കൊടുത്ത തീവ്രവാദത്തിന് കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഇവരെ അങ്ങോട്ട് താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ 4 ലൈക്കും സബ്സ്ക്രിപ്ഷനും കുറച്ച് എന്താ പറയുന്ന വ്യൂസും ഒക്കെ കിട്ടും, അതിലൂടെ കുറച്ച് ഞണ്ണാൻ കിട്ടും എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടി നിങ്ങൾ കാണിച്ച ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ട്രംപ് പറഞ്ഞു, മക്കളെ ഈ പരിപാടി ഇവിടെ നിർത്തിക്കണം, ഈ പരിപാടി ഇവിടെ നിർത്തില്ലെങ്കിൽ തീർത്ത് കളയും. അതിനകത്ത് ഒരു സംശയമില്ല, ഹമാസിനെ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ട്രംപിന്റെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പിന് മുമ്പിൽ ഇവന്മാര് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹോസ്റ്റേജസിനെയൊക്കെ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ എക്സിബിഷൻ ഷോ പരേഡ് നടത്തുന്ന പോലാണ് ഇവന്മാരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവന്മാർക്ക് അറിയാം ഇസ്രായേൽ വേട്ടയാടത്തില്ല എന്നുള്ളത്. അപ്പൊ വേട്ടയാടത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ പട്ടി ഷോ കാണിച്ചുകൊണ്ട് ഈ പട്ടി ഷോ കാണിക്കുന്നവന്മാരുടെ പുറകിൽ അവിടെ തടിച്ചുകൂടി അവന്മാരെ അങ്ങ് എന്തൊക്കെയോ അങ്ങ് ഏറിൽ കയറ്റി നിർത്തുന്ന രീതിയിലുള്ള പ്രൈസിങ്ങും അവന്മാരെ അങ്ങ് പുകഴ്ത്തലും അവന്മാരെ ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തെന്നുള്ള രീതിയിൽ അവിടുത്തെ ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്, അത് തന്നെയാണ് അവർ ചോദിച്ച് മേടിച്ചതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇത് സംഭവിക്കുക? ഇത്രയും 23 ലക്ഷം ജനങ്ങളുള്ള ഈ ഒരു ഗാസയില് എങ്ങനെയാണ് ഈ ഹമാസിന്റെ തീവ്രവാദികൾക്ക് ഇത്രയധികം വളരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകുക? നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ കിട്ടുന്നൊരു ഉത്തരമുണ്ടല്ലോ, അത് ഈ ജനങ്ങളുടെ കട്ട സപ്പോർട്ടോട് കൂടിയാണ്. ഈ എന്ത് കട്ട സപ്പോർട്ടാണ് ഈ ഇവന്മാർക്ക് കൊടുക്കാൻ ഇവന്മാരവിടെ ചെയ്തു കൂട്ടുന്നത്? എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ? ആതുരാശ്രമങ്ങൾ തുടങ്ങുന്നുണ്ടോ? അതോ അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? മെച്ചപ്പെട്ട ജീവിത നിലവാരം കൊടുക്കുന്നുണ്ടോ? അതോ അവർക്ക് എന്താണ് ഇവര് കൊടുക്കുന്നത്? ഒന്നും കൊടുക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും, അറബ് രാജ്യങ്ങൾ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള നമ്മുടെ രാജ്യത്തുനിന്ന് പോലും അവർക്ക് ധനസഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നുപോകരുത്. രാജ്യത്തുനിന്ന് പോലും പോകുന്ന ഈ പണം എടുത്തുകൊണ്ട് ഇവന്മാര് റോക്കറ്റുകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ബങ്കറുകളും തുരങ്കങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, താരതമ്യേന മിഡിൽ ഈസ്റ്റിലെ ഒരു ജനാധിപത്യ രാജ്യം, അതൊരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി അവരെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ള ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഹമാസിനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരും
തീവ്രവാദികളാണ് എന്ന് നമുക്ക് നിസ്സംശയം അർത്ഥശങ്കേന നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ തീവ്രവാദ കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കടന്നുകൊണ്ട് മുറവിളി കൂട്ടുന്നത്, ഇവിടെ കടന്ന് ഇരവാദം മുഴക്കുന്നത്. 2000 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല, അവന്റെ വീട്ടിലെ പട്ടിണി മാറ്റാൻ നേരമില്ല, അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരമില്ല. അപ്പോഴാണ് അവൻ 4 കൊടിയും പിടിച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവോരങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് തീവ്രവാദത്തിന് അനുകൂലമായുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. ഇത് അയ്യേ നാണമില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നാണമില്ലേ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പല പ്രശ്നങ്ങളുമുണ്ട്, ഇന്ത്യയിലെ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തേ മുദ്രാവാക്യം വിളിക്കാത്തത്? നിങ്ങൾ എന്തേ അതിനെതിരെ പ്രതിഷേധിക്കാത്തത്? അപ്പോൾ ഇതെല്ലാം ഇരട്ടത്താപ്പിന്റെയും വങ്കത്തരത്തിന്റെയും വലിയ ഉദാഹരണമാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഗാസയിലെ ജനങ്ങൾ അവരെ കാലാകാലങ്ങളിലായിട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ഇപ്പോൾ അവസാനമായിട്ട് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗാസയിൽ നിന്നുള്ള ഇവിടെയുള്ള ഈ ബാക്കി ശേഷിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഒരൊറ്റ വർണ്ണത്തെ അവിടെ വെക്കണ്ട, മുഴുവൻ എണ്ണത്തെയും എന്ത് ചെയ്യുക, അവിടെ നിന്ന് പുറത്താക്കുക. താൽക്കാലികമായിട്ടെങ്കിലും, ട്രംപ് പറയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഇവന്മാരെ ഇവിടുന്ന് പുറത്താക്കണം. അപ്പോൾ ഇത്രയും നാളും കയറിക്കിടക്കാൻ വീടും കൂടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹമാസിന് ഒളിത്താവളം ഒരുക്കുക, അവിടെ ആയുധങ്ങൾ സൂക്ഷിക്കുക. ഇവന്റെ വീട്ടിലെ കക്കൂസിന്റെ പുറകിൽ നിന്ന് വരെ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുക, പിള്ളേരുടെ സ്കൂളിനകത്ത് ആയുധങ്ങൾ സൂക്ഷിക്കുക, ഹോസ്പിറ്റലുകൾ ഹമാസിന്റെ ആയുധപ്പുരയാക്കി മാറ്റുക, മോസ്കുകളും മറ്റും ആയുധ നിർമ്മാണത്തിനും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ആയുധ പരിശീലനം നൽകുന്നതിനും ഒക്കെയായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ, ഇസ്രായേലെ ജൂതവിരോധം കൊണ്ട്, ആന്റിസെമിറ്റിസം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു ജനവിഭാഗമാണ് ഈ പറയുന്ന പാലസ്തീനികൾ എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യം ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിട്ടപ്പോൾ എന്തൊരാഘോഷമായിരുന്നു എന്നറിയാം. ഈ ആഘോഷിച്ചവർ തന്നെയല്ലേ ഇപ്പോൾ കരയുന്നത്? ഈ ആഘോഷിച്ചവർ തന്നെയാണ് ഇപ്പൊ കുത്തിയിരുന്നുകൊണ്ട് നിലവിളിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ നിലവിളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കപടക്കണ്ണീരാണ്. കപടക്കണ്ണീര്. എങ്ങനെങ്കിലും ഇതൊന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നുള്ള, ഇസ്രായേൽ അടിച്ചാൽ ആടി എന്നല്ല ഊക്കിനുള്ള അടിയാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല, എങ്ങനെങ്കിലും ഇതൊന്ന് നിർത്തി കിട്ടണം എന്നുള്ള ഇവരുടെ ഒരു കള്ളത്തരം, പൊള്ളയായ ഇവരുടെ ഒരു ചില എന്താ പറയുന്ന രീതികളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇമാരി ഹമാസിനെ തള്ളിയതും ഇത്തരം രീതിയിലുള്ള മുതലക്കണ്ണീർ ഒഴുക്കിയതും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പൊ ഏതായാലും സ്വന്തം കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ പുറത്തോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗസ നിർജ്ജന പ്രദേശമായി മാറും, ജനവാസമില്ലാത്തൊരു മേഖലയായി മാറാൻ വേണ്ടി പോവുകയാണ്. ജോർദാനോടും അതേപോലെ തന്നെ ഈജിപ്തിനോടും മറ്റ് അറബ് രാജ്യങ്ങളോടുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ജനത്തെ ഷെയർ ചെയ്ത് വിഭാഗിച്ചുകൊണ്ട് എടുക്കണം, അവർക്ക് ഷെൽട്ടർ കൊടുക്കണം. അപ്പോൾ ഇപ്പോ ഈ ജനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, ഇത്രയും നാളും ഈ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾ, അവരെ സഹായിച്ചുകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും നാളും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് തീറ്റി പോറ്റി വളർത്തിയ ഒരു വിഭാഗം ജനമല്ലേ അവര്. അപ്പൊ അവർക്ക് ഇത്ര ഒരു സാഹചര്യം, അവർക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല, വീടുകളില്ല. ഇപ്പോൾ പാർക്കുന്നത് താൽക്കാലികമായ ടെന്റുകളിലാണ്. അതൊരിക്കലും ശാശ്വതമല്ല. അത് ഒരിക്കലും അവരുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ശീതകാലമാണ്. ശീതകാലത്ത് അടച്ചുറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് അതൊരിക്കലും സേഫ്റ്റി അല്ല. കൃത്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കത്തില്ല. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഈ ജനം, ഇത്രയും ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിന്റെ പ്രസൻസ് അതിന് തടസ്സമാണ്. അപ്പോൾ അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ ഒരു റീബിൽഡിങ്, അവരുടെ ഷെൽട്ടറുകൾ അല്ലെങ്കിൽ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള റെസിഡൻസുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിനും കടുകട്ടിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗാസയിൽ നിലവിൽ തകർക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ഡെബ്രിസ്, അത് തന്നെ മാറ്റണമെങ്കിൽ വർഷങ്ങളുടെ എഫേർട്ട് വേണം. ആ ഡെബ്രിസുകളൊക്കെ മാറ്റി അവിടെ ക്ലീൻ ആക്കിക്കൊണ്ട്
പുതിയ ബിൽഡിംഗ് അവിടെ എടുക്കണമെങ്കിൽ പിന്നെയും 10, 30, 40 വർഷത്തിന്റെ കാത്തിരിപ്പ് വേണം. അപ്പൊ അത്രയും കാലമൊക്കെ ഈ ജനത്തിന് ഇങ്ങനെ ടെന്റുകളിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് കിടക്കുന്ന അറബ് രാജ്യങ്ങൾ, ഇവരുമായിട്ട് വംശീയത ഷെയർ ചെയ്യുന്ന അറബ് രാജ്യങ്ങൾ ഇവരെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ രാജ്യവും അതിന് തയ്യാറല്ല എന്നുള്ളതാണ് ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ഇവര് ഈ പാലസ്തീനികളെ അങ്ങോട്ട് കയറ്റാത്തത്? ഇവരുടെ തീവ്രവാദ സ്വഭാവവും ഇവരുടെ രീതികളും ഒക്കെ ആ രാജ്യത്ത് ഇവരെ കയറ്റിക്കഴിഞ്ഞാൽ ആ രാജ്യം മുടിഞ്ഞ് വെണ്ണീറടിച്ചു പോകും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞത് കൊണ്ടാണ് ഈ രാജ്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, മുതലക്കണ്ണീരൊഴുക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ, തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്ത് അതിനൊത്താശ ചെയ്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അത് ഗാസയിൽ നിർത്തിക്കൊണ്ട് അത് ഇസ്രായേലിനെതിരെ പോരാടുവാനുള്ള ഒരു ആയുധമാക്കിക്കൊണ്ടാണ് ഇത്രയും കാലം അവർ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ ഈ ജനത്തിന്റെ തനി സ്വഭാവം അറബ് രാജ്യങ്ങൾ പോലും അവർ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഈ ജനത വിഭാഗത്തെ അങ്ങോട്ട് കയറ്റത്തില്ല എന്ന് കർശനമായ അവരുടെ തീരുമാനം വന്നിരിക്കുന്നു. ഈജിപ്തിലെ കെയ്റോയിൽ വെച്ചിട്ട് അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഒരു തീരുമാനം അങ്ങെടുത്തു, ഇവന്മാരെ ഇനി അങ്ങോട്ട് കയറ്റണ്ട എന്നുള്ളത്. ഇവന്മാർ അവിടെ കടന്ന് ചത്ത് പണ്ടാരം അടങ്ങിയാലും ശരി, നമ്മുടെ രാജ്യത്ത് കയറ്റില്ലേ, നമ്മുടെ രാജ്യത്ത് കയറ്റിയാൽ നമ്മുടെ രാജ്യത്തിന്റെ പരിപാടി അതോടുകൂടി അവസാനിക്കും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇവരുമായിട്ട് ഒരു രീതിയിലുള്ള കുലബന്ധം പോലും ഇല്ലാത്ത ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും ഇവിടുത്തെ കുറെ ജനവിഭാഗങ്ങളും കടന്നുണ്ട് കരഞ്ഞ് കണ്ണീര് വെക്കുന്നത്. അപ്പോൾ ഈ അറബ് വംശീയത ഉള്ളവർക്ക് ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവിടുത്തെ സാധാരണ മുസ്ലിംസിനുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. യാതൊരു കുലബന്ധവും ഇല്ലാത്ത നിങ്ങൾ ഇവിടെ കടന്ന് അലറി വിളറി വീഴ്ച്, അപ്പോൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊരു ശുഷ്കാന്തിയാ. അറബ് രാജ്യങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു ഇവരെ കൊണ്ട് ഒന്നും നടക്കത്തില്ല, ഇവന്മാരെ അകത്ത് കയറ്റിയാൽ അന്നത്തോടു കൂടി അവിടെ മുടിഞ്ഞ് അത് നാശകോശമാകും എന്നുള്ളത് അവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ ഇവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കടന്നുകൊണ്ട് എന്തെല്ലാം രീതിയിലുള്ള പരിപാടികളാണ് ഒപ്പിക്കുന്നതെന്നറിയാമോ? ഇവിടെ ഓൺലൈനകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആറാട്ടവന്മാർ. ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഈ വിഭാഗത്തിന് ഒരു രാജ്യവും കയറ്റത്തില്ല, ഒറ്റ രാജ്യം കയറ്റത്തില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഇപ്പം വാ പൊത്തി, ഒരുത്തനും സപ്പോർട്ടും ചെയ്യണ്ട, ഒരുത്തനും ഒന്നും പറയാനും വേണ്ട, ഇനി ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ ഹോസ്റ്റേജസിനെയൊക്കെ കൊടുത്ത് നീയൊക്കെ മിണ്ടാതിരുന്ന് നിന്റെയൊക്കെ തടി, ബാക്കിയുള്ള പൊള്ളത്തടിയും ചള്ളത്തടിയൊക്കെ സൂക്ഷിച്ചോളാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവന്മാര് സംസാരിക്കുന്നത്. അപ്പൊ അത്തരം അവസ്ഥയാണ് ഇപ്പൊ ഗാസയിലുള്ളത്. അപ്പൊ ഗാസയിലുള്ള ഒരെണ്ണം പോലും നല്ലതില്ല. ഏതാണ്ട് ചുരുങ്ങിയ കുറച്ച് വിഭാഗങ്ങളുണ്ട് അവിടെ, ഇതിനൊന്നിനും പോകാത്ത വളരെ ചുരുങ്ങിയ വിഭാഗം. അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ കിടന്നുകൊണ്ട് ഈ പാലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് വല്ലാണ്ട് കിടന്നങ്ങ് വിപ്ലവം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നാടിനെ അശാന്തിയാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അയൽവക്കത്ത് കിടന്നുകൊണ്ട് നമ്മുടെ എന്നും കാണുന്നവനെ വിരോധിയാക്കുന്ന, ഇവർക്ക് വേണ്ടിയിട്ട് വിരോധിയായിട്ട് എണ്ണുന്ന ഇവിടുത്തെ നാട്ടിലെ കുറെ വിവരമില്ലാത്ത തലച്ചോറില്ലാത്ത ആൾക്കാരോട് പറയാണ്, നിങ്ങൾ ശരിക്കും മണ്ടരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ? കാരണം നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ അറബിയിൽ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് ഓതുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഏത് നാട്ടിൽ നിന്ന് വന്നു ആ നാട്ടിലുള്ളവന്മാർ ആദ്യം ഇവന്മാരെ തള്ളി, ഇവന്മാരുടെ കൊള്ളരുതായ്മ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവന്മാരെ അകറ്റി നിർത്തിയാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പൂർവ്വ ഭാരതീയന്മാരായിരുന്ന നിങ്ങൾ മതപരിവർത്തനങ്ങളിലൂടെ മുസ്ലിമായി മാറിയ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് കിടന്ന് അങ്ങ് കരച്ചിൽ. ശരിക്കും പറഞ്ഞാൽ നിർത്താനുള്ള സമയമായി. നിങ്ങളുടെ തലയിൽ വെട്ടം ഉദിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പാലസ്തീനികളുടെ ഈ ഇരട്ടത്താപ്പ് സ്വഭാവം അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ എന്താണ് ഇവന്മാരുടെ രീതികളും കാര്യങ്ങളും എന്നുള്ളതല്ല. അപ്പൊ ഇത് ഇവന്മാര് മരിച്ച് മണ്ണിനോട് അടിയുന്നിടം വരെയും ഇങ്ങനെയുള്ള പരിപാടികൾ തന്നെ ചെയ്യും. കാരണം എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഇത് ചെറിയ ലെവൽ തൊട്ടേ ഇത് പഠിച്ചു വന്ന ഈ തീവ്രവാദത്തോടുള്ള ഒരു ചായ്വുണ്ടല്ലോ, അതിങ്ങനെ പഠിച്ചു വന്നേക്കുന്നത്. അതിനി എത്ര തേച്ചാലും മായ്ച്ചാലും ഒന്നും പോകത്തില്ല. അപ്പൊ ഇനി എത്ര യുദ്ധം വന്നാലും എത്ര ഇനി പേര് കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാലും ഇവന്മാർ ഈ ഹമാസിനെയും ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ പോഷിപ്പിച്ചും തലോടിയൊക്കെ ജീവിച്ചങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കുറെ എണ്ണം ചത്ത് മണ്ണിനോട് അടിഞ്ഞു. എന്നിട്ടും ജിഹാദ് വിടാൻ വേണ്ടിയിട്ടും സുബോധം വരാൻ വേണ്ടിയിട്ടും ഒന്നും ഇവന്മാർക്കൊന്നും താല്പര്യമില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവന്മാരുടെ തലച്ചോറിനകത്ത് ഇല്ല. അത് ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് തൊട്ടേ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്. അതിങ്ങനെ
ജസ്റ്റ് ഇല്ല പശു അയവിറക്കുന്നത് പോലെ ഓരോ സെക്കൻഡിലും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു തീവ്രവാദത്തോടുള്ള ഈ ഒരു ലാഞ്ചന, അല്ലെങ്കിൽ അതിനോടുള്ള ഈ ഒരു എന്താ പറയുന്ന അതിനോടുള്ള ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തീരത്തില്ല. അപ്പൊ എന്തായാലും റീസെന്റ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവന്മാരെ അവിടുന്ന് പുറത്താക്കും. അപ്പൊ അതാണ് ഇത്രയും നാളും ഹമാസിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി ഗാസയിലെ പാലസ്തീനികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.